പാലക്കാട്ടെ ചികിത്സാപ്പിഴവ് ആരോപണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായും സമർപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് 9 വയസ്സുകാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വീഴ്ചയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രാഥമിക ഘട്ടത്തിൽ നൽകേണ്ട ചികിത്സ നൽകിയില്ല, ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ നൽകിയില്ല എന്നുള്ള ഗുരുതരമായ കൃത്യവിലോപം വ്യക്തമാക്കുന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ അമ്മ പ്രസീത 24നോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനകത്ത് അമ്മ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുകയാണ്. അതിനെ അവർ നന്നായി ചികിത്സില്ല. ഞങ്ങൾ പോകുമ്പോൾ BP ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തൂക്കം എടുത്തതേ അവർ പറഞ്ഞു അവിടെ പോയി തൂക്കം കൊടുക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയി വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ വന്നത്. പിന്നെ എന്താണ് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. ആകെ 3 എണ്ണം അങ്ങനെ എന്തോ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഗുളിക. കാലത്തൊന്ന് കഴിക്കാൻ, പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് 2 ഗുളിക കഴിക്കാൻ അങ്ങനെ തന്നിട്ടുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഇടപെടുന്നുണ്ടോ ഈ വിഷയത്തിൽ? ആരോഗ്യമന്ത്രി വിളിക്കുകയെ വീണ ജോർജ് അവരൊന്നും വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് അവരൊന്നും വിളിച്ചില്ല പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. കാരണം ഒരു കുട്ടിൻ്റെ കൈ പോയിരിക്കുന്നത് അവർക്ക് വിളിക്കാമല്ലോ, അവർക്ക് വിളിച്ച് അന്വേഷിക്കാമല്ലോ. അവരതൊന്നും ചെയ്യണില്ല. എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ അവർ മാത്രം വിളിച്ചു ചോദിക്കൽ ഭയങ്കര സങ്കടമുണ്ട് മനസ്സിൽ. പഞ്ചായത്ത് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആൾക്കാരും ഇത്ര ആൾക്കാരും വന്നിട്ട് അവർ വീണ ജോർജ് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്കുള്ള ഇനി വലുതാകാനുള്ള ഇത് നമുക്ക് ഗവൺമെൻറ് ഇവിടെ നിന്ന് തരിക തന്നെ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അമ്മ പ്രസീത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്ര വലിയ വിഷയമുണ്ടായി, ആരോപണമുണ്ടായി, തങ്ങളുടെ കുട്ടിക്കുണ്ടായത് അങ്ങേയറ്റം വലിയ ദുരവസ്ഥയാണെന്ന് ബോധ്യപ്പെട്ട് പല ജനപ്രതിനിധികളും തങ്ങളെ സംസാരിച്ചു, അവരുമായിട്ട് വിളിച്ചു. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള ഒരാശങ്ക കൂടി ഇപ്പോൾ അമ്മ പ്രസീത പങ്കുവച്ചിരിക്കുകയാണ്.